ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലണ്ടൻ വൈറൽ ചോക്ലേറ്റ് കാരമൽ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതിനു മുമ്പ് ഞാനൊരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എഗ്ലെസ് സ്പഞ്ച് ആയിരുന്നു ആ കേക്ക്. പിന്നെ ആ കേക്കിൽ കാരമൽ സോസ് മെൽട്ടായിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു പെർഫെക്റ്റ് ലുക്ക് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പലർക്കും ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്സാണ് കാരമൽ സോസ് ചെയ്യുന്ന സമയത്ത് മെൽട്ടായി പോകുന്നത്. അപ്പോൾ അന്നുണ്ടായ മിസ്റ്റേക്സ് എല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ് ഇന്ന് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ കേക്കിന് വേണ്ട സ്പെഞ്ച് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് 3/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വെക്കുക. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട, 1 ടീസ്പൂണ് വനില എസൻസ്, 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര എല്ലാം കൂടെ നല്ല ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ഇനി നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇഞ്ച് പാനിൽ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട കാരമൽ സോസ് റെഡിയാക്കി എടുക്കുക. ഒരു പാനിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പഞ്ചസാര ഇളക്കാതെ തന്നെ മെൽട്ടാകാൻ വെക്കുക. ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 30 ഗ്രാം അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. ബട്ടർ ഫുള്ളായി മെൽട്ടായി കാരമൽ നല്ല സ്മൂത്തായി വന്നാൽ 3/4 കപ്പ് ക്രീം ചേർത്ത് കൊടുക്കുക. ഈ ഒരു സോസിൽ വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി. കാരണം അത്യാവശ്യം നല്ലൊരു മധുരമാണ് ഈ ഒരു കാരമൽ സോസ്. അപ്പോൾ വിപ്പിംഗ് ക്രീം ആകുമ്പോൾ നല്ലൊരു മധുരം ഉണ്ടാവും. ഫ്രഷ് ക്രീം ആകുമ്പോൾ മധുരം ഒന്ന് ബാലൻസ് ആകും. ക്രീം ചേർത്തതിന് ശേഷം ഇങ്ങനെ കട്ട പിടിക്കുന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോസ് മെൽട്ടായി പോകാതെ നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ചേർക്കുന്നത്. ഇനി 1/2 ടീസ്പൂണ് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട ചോക്ലേറ്റ് ഗണാഷ് ചെയ്തെടുക്കാം. 400 ഗ്രാമിൻ്റെ ചോക്ലേറ്റിൽ നിന്ന് ഇത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാൽ 300 ഗ്രാം ചോക്ലേറ്റ് ഇതിലേക്ക് വേണ്ടി എടുക്കാം. ഇനി ഏകദേശം ഒരു 40 ഗ്രാം അളവിൽ ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3/4 കപ്പ് അളവിൽ ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഗണാഷ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചൂട് മാറിയതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഒരു മണിക്കൂറിന് ശേഷം സോസും ചോക്ലേറ്റ് ഗനാഷും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നൂടെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കുന്നുണ്ട്. ഇനി കേക്ക് വെറ്റാൻ ആവശ്യമുള്ള സിറപ്പ് റെഡിയാക്കി എടുക്കാം.
1/4 ടീസ്പൂൺ കോഫി പൗഡറിലേക്ക് നല്ല ചൂടുള്ള പാല് 1/2 കപ്പ് ചേർക്കുക. മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി സിറപ്പ് കൊണ്ട് കേക്ക് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ചോക്ലേറ്റ് ഗനാഷ് കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് കാരമൽ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോ ലെയറും ചെയ്തിട്ട് ക്ലീൻ റാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ട് 2 മണിക്കൂർ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെക്കുക. ഇനി 2 മണിക്കൂറിന് ശേഷം കേക്കിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.